നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം മോഹിനിയാട്ടം എന്ന തനത് കലാരൂപത്തെ പറ്റിയാണ്. മോഹിനിയാട്ടം എന്നത് കേരളത്തിലെ തനത് സ്ത്രീ നൃത്തകലാ രൂപമാണ്. പണ്ടുകാലങ്ങളിൽ ഇത് ദേവദാസി നൃത്തമെന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ശൃംഗാര രസപ്രധാനമായിട്ടുള്ള ഒരു കലയാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടം കാണാത്തവരും കേൾക്കാത്തവരുമായി നിങ്ങളിൽ ആരും തന്നെ ഉണ്ടാകത്തില്ല എന്നെനിക്ക് കൃത്യമായി അറിയാം. എങ്കിൽ പോലും നമുക്ക് മോഹിനിയാട്ടത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആ കല കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു നടനം കാണുമ്പോൾ നമുക്ക് ചില അറിവുകൾ നമുക്കുണ്ടാകാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മോഹിനിയാട്ടത്തെക്കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്തകലാരൂപമാണ് മോഹിനിയാട്ടം. നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ചതുർവൃത്തികളിൽ ലാസ്യ ലാവണ്യ സമ്പന്നമായ കൈശികീ വൃത്തത്തിലൂന്നിയ ചലനങ്ങളാണ് മോഹിനിയാട്ടത്തിൻ്റെ മുഖമുദ്ര. രസരാജനായ ശൃംഗാരമാണ് മോഹിനിയാട്ടത്തിൽ ആവിഷ്കരിക്കപ്പെടാറുള്ളത്. ശൃംഗാരരസ പ്രകരണത്തിന് ഏറ്റവും അനുയോജ്യമായ വൃത്തിയും കൈശികിയത്രേ. മലയാളത്തിലെ ഒരേയൊരു ശാസ്ത്രീയ സ്ത്രീ നൃത്തകലയായ മോഹിനിയാട്ടം ഈയിടെയായി പുരുഷന്മാരും അവതരിപ്പിച്ചു കാണുന്നു. കേരളീയ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി നൃത്തത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് മോഹിനിയാട്ടം. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്തയായ മോഹിനിയാട്ട നർത്തകിയായിരുന്നു. ഊഹാപോഹങ്ങളുടെയും ദുരൂഹതകളുടെയും വിവാദങ്ങളുടെയും ഉള്ളിൽ ആഴ്ന്നിറങ്ങിയ അവസ്ഥയാണ് മോഹിനിയാട്ടത്തിൻ്റെ ചരിത്ര പഠനത്തിന് ഉള്ളത് എങ്കിൽ പോലും മോഹിനിയാട്ടത്തെക്കുറിച്ച് രേഖാമൂലമുള്ള പരാമർശം ആദ്യമായി കാണുന്നത് മഴമംഗലം നാരായണൻ നമ്പൂതിരി ക്രിസ്തബ്ദം 1809 എഴുതിയതെന്ന് കരുതപ്പെടുന്ന വ്യവഹാരമാലയിലാണ്. നാരായണൻ നമ്പൂതിരിയുടെ സമകാലീനനായിരുന്ന കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതിയിലും ഈ നൃത്തരൂപത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഘോഷയാത്ര എന്ന തുള്ളൽ കവിതയിൽ ചുറ്റുമുള്ള ഐശ്വര്യ സമൃദ്ധിയെ വർണ്ണിക്കുന്നതിനിടയ്ക്ക് ആ കാലത്ത് നാട്ടിൽ നിലവിലുള്ള എല്ലാ കലകളെയും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ സ്വാതി തിരുനാൾ ബാലരാമവർമ്മയുടെ സ്ഥാനാരോഹണത്തോടെയാണ് മോഹിനിയാട്ടത്തിന് ഒരു പുതിയ ഉണർവ് ഉണ്ടായത്. കവിരത്നങ്ങളാലും ഷഡ്കാല ഗോവിന്ദമാരാർ തുടങ്ങിയ സംഗീത പ്രതിഭകളാലും പ്രതിഭാശാലികളായ നട്ടുവന്മാരാലും സമർത്ഥമാക്കപ്പെട്ട ഒന്നായിരുന്നു സ്വാതി തിരുനാളിൻ്റെ വിദ്വൽ സദസ്സ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള നർത്തകികളെ അദ്ദേഹം തൻ്റെ സദസ്സിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. സ്വാതി തിരുനാൾ രചിച്ച പദങ്ങളും വർണ്ണങ്ങളും തില്ലാനകളും തന്നെയാണ് ഇന്നും മോഹിനിയാട്ട വേദിയിൽ കൂടുതലായും അവതരിപ്പിക്കപ്പെട്ടു വരുന്നത്. ഈ ഒരു വിവരണം മോഹിനിയാട്ടത്തെക്കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങൾ, ഏതാനും അതിൻ്റെ ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ നമസ്കാരം.